തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയുടെ കണ്ടുകെട്ടിയ സ്വത്തുക്കളും വിലപിടിപ്പുള്ള വസ്തുക്കളും കോടതി ഉത്തരവിനെ തുടർന്ന് തമിഴ്നാട് സർക്കാരിന് കൈമാറി. ശനിയാഴ്ചയാണ് സ്വർണ്ണാഭരണങ്ങളും വജ്രാഭരണങ്ങളും ഉൾപ്പെടെയുള്ളവ സർക്കാരിന് കൈമാറിയത്. വലിയ പെട്ടിയിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ ഏറ്റുവാങ്ങിയത്. തമിഴ്നാട് സർക്കാരിനു വേണ്ടി ജോയിന്റ് സെക്രട്ടറി ആനി മേരിയാണ് സമ്പാദ്യങ്ങൾ ഏറ്റുവാങ്ങിയത്. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ടാണ് ജയലളിതയുടെ എല്ലാ വിലപിടിപ്പുള്ള വസ്തുക്കളും നേരത്തെ കണ്ടുകെട്ടിയത്. സർക്കാരിന് കൈമാറിയ വസ്തുക്കളിൽ ലക്ഷങ്ങൾ മതിപ്പുള്ള ആഭരണങ്ങളാണുള്ളത്. മരതകവും മാണിക്യവും പതിച്ച സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ 27,000 ഗ്രാം ഭാരമുള്ള വെള്ളി ആഭരണങ്ങളും സർക്കാർ ഏറ്റെടുത്തു. 1 കിലോ 200 ഗ്രാം തൂക്കമുള്ള സ്വർണത്തിന്റെ അരക്കെട്ടാണ് മറ്റൊരു മൂല്യമേറിയ വസ്തു. 1.5 കിലോ ഭാരമുള്ള സ്വർണ്ണവാൾ, സ്വർണത്തിൽ തീർത്ത പേന, ഇങ്ങനെ നീളുന്നു സമ്പാദ്യങ്ങൾ. ജയലളിത ഉപയോഗിച്ചിരുന്ന സാരികളും ചെരുപ്പുകളും നേരത്തെ തന്നെ കൈമാറിയിരുന്നു. വേഷഭൂഷാദികൾക്ക് പുറമെ അസാധുവായ നോട്ടുകളും ട്രഷറി ബോക്സിൽ കൈമാറി. 1,60,514 രൂപയുടെ ഒരു പെട്ടിയും 59,870 രൂപയുടെ മറ്റൊരു പെട്ടിയുമാണ് കൈമാറിയത്. അസാധുവാക്കിയ നോട്ടുകളായതിനാൽ തുല്യമായ തുക തമിഴ്നാട് സർക്കാരിന് കൈമാറാൻ കോടതി നിർദ്ദേശം നൽകി. 10,18,00,000 രൂപയുടെ സ്ഥിര നിക്ഷേപവും തമിഴ്നാട് സർക്കാരിന് കൈമാറാൻ ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്. ചെന്നൈ, തഞ്ചാവൂർ, ചെങ്കൽപ്പേട്ട്, തിരുവള്ളൂർ, തിരുവാരൂർ, തൂത്തുക്കുടി എന്നിവിടങ്ങളിലായി 1,526.16 ഏക്കർ ഭൂമിയും നേരത്തെ കണ്ടുകെട്ടിയിരുന്നു. 6 കമ്പനികളുടെ പേരുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ ഭൂമിയും സർക്കാരിന് സ്വന്തമാകും. ലേലം ചെയ്തു വിൽക്കുന്നതിനു പകരം പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപകരിക്കും വിധം ഈ ഭൂമി ഉപയോഗിക്കാനാണ് നിർദ്ദേശം. അതേസമയം ജയലളിത ഉപയോഗിച്ചിരുന്ന ആഡംബര ബസ് ലേലം ചെയ്യാനാണ് തീരുമാനം. ലേലത്തിൽ ലഭിക്കുന്ന തുക ട്രഷറിയിൽ നിക്ഷേപിക്കും. കേസുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാരിന് 13 കോടി രൂപ നൽകണമെന്നും ഉത്തരവിലുണ്ട്. ബംഗളൂരുവിൽ നിന്ന് കനത്ത സുരക്ഷാ അകമ്പടിയോടുകൂടിയാണ് ജയലളിതയുടെ സ്വത്തുക്കൾ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയത്. തമിഴ്നാട് പോലീസിന്റെ 2 വാഹനങ്ങളും 2 കാറുകളും അകമ്പടി നൽകി. തമിഴ്നാട്ടിൽ നിന്ന് 25 പോലീസുകാരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. തമിഴ്നാട് അതിർത്തി കടക്കുന്നതുവരെ കർണാടക പോലീസും സുരക്ഷയൊരുക്കി. 1,606 വസ്തുക്കളാണ് ആകെ കൈമാറിയത്.